പ്രകാശ സംശ്ലേഷണവും ശ്വസനവും തമ്മിലുള്ള താരതമ്യ പഠനം നടത്താം. പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് ഒരു ഉപജയ പ്രവർത്തനമാണെങ്കിൽ അനബോളിക് പ്രോസസ് ആണ്. എന്താണ് പ്രകാശ സംശ്ലേഷണം എന്നത് ഉപജയ പ്രവർത്തനമാണ് അല്ലെങ്കിൽ അനബോളിക് പ്രോസസ് ആണ്. ഇനി ശ്വസനം എടുക്കുകയാണെങ്കിൽ അത് അപജയ പ്രവർത്തനമായി കാറ്റബോളിക് പ്രോസസ് ആണ്. അടുത്തത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ആധാര വസ്തുക്കൾ എന്നറിയപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ്. എന്നാൽ ശ്വസനത്തിന്റെ ആധാര വസ്തുക്കൾ എന്നറിയപ്പെടുന്ന ഗ്ലൂക്കോസും ജലവുമാണ്. ഇത് നോക്കാം, പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന അന്തിമ വസ്തുക്കൾ എന്താണ്? ഗ്ലൂക്കോസും ഓക്സിജനുമാണ് പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന അന്തിമ വസ്തുക്കൾ. എന്നാൽ ശ്വസനത്തിന്റെ ഫലമായി ലഭിക്കുന്ന അന്തിമ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ്. ഇനി ഇവിടെ സൂര്യപ്രകാശ സാന്നിധ്യത്തിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. എന്നാൽ ശ്വസനത്തിന് സൂര്യപ്രകാശത്തിന്റെ ആവശ്യമില്ല. അടുത്ത ഹരിതഗണമുള്ള കോശങ്ങളിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. എന്നാൽ ശ്വസനം എന്ന് പറയുന്നത് എല്ലാത്തരം കോശങ്ങളിലും കാണപ്പെടുന്നു. ഇനി ഹരിതഗണത്തിലെ ഹരിതക പിഗ്മെന്റിലാണ് ഈ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ഇനി ശ്വസനമാകട്ടെ മൈറ്റോകോൺഡ്രിയയിലാണ് പ്രവർത്തനം നടക്കുന്നത്. ഒന്നുകൂടെ നോക്കാം, പ്രകാശ സംശ്ലേഷണവും ശ്വസനവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കുന്നത്, പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ ഒരു ഉപജയ പ്രവർത്തനമാണെങ്കിൽ അനബോളിക് പ്രോസസ് ആണ്. അപജയ പ്രവർത്തനമാണ് ശ്വസനം, അതിൽ കാറ്റബോളിക് പ്രോസസ് ആണ്. ഇനി പ്രകാശ സംശ്ലേഷണ ആധാര വസ്തുക്കൾ നടക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ്. എന്നാൽ ശ്വസനത്തിന്റെ ആധാര വസ്തുക്കൾ നടക്കുന്ന ഗ്ലൂക്കോസും ജലവുമാണ്. ഈ പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന അന്തിമ വസ്തുക്കൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. എന്നാൽ ശ്വസനത്തിന്റെ ഫലമായി ലഭിക്കുന്ന അന്തിമ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും ജലമാണ്. ഇനി അടുത്തത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം. എന്നാൽ ശ്വസനത്തിന് സൂര്യപ്രകാശ സാന്നിധ്യം ആവശ്യമില്ല. ഈ ഹരിതഗണമുള്ള കോശങ്ങളിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. എന്നാൽ ശ്വസനം നടക്കുന്നത് എല്ലാത്തരം കോശങ്ങളിലാണ്. ഇനി നോക്കാം, ഹരിതഗണങ്ങളിലെ ഹരിതക പിഗ്മെന്റിലാണ് പ്രകാശ സംശ്ലേഷണ പ്രവർത്തനം നടക്കുന്നത്. ശ്വസനം നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിലാണ്. നമ്മൾ മനസ്സിലാക്കുക.